ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുന്ന 6 ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഈ വരുന്നത്. കളങ്കാവൽ, അവതാർ, വൃഷഭ, ഭബഭ, മിണ്ടിയും പറഞ്ഞ്, സർവമായ തുടങ്ങിയ ചിത്രങ്ങളാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയൂടെ ചെയ്യുന്നു. സർവമായ ക്രിസ്മസ് ദിനത്തിൽ റിലീസായ നിവിൻ പോളി ചിത്രമാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഈയൊരു ചിത്രം ഇന്ന് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് തന്നെ വന്നു. പിന്നീട് നമുക്ക് റെഡ് അലേർട്ട് എന്നുള്ള ലെവലിൽ തന്നെ കാണാൻ കഴിയുന്നു. അതായത് നിവിൻ പോളിയുടെ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ഇന്നലെ പ്രീ സെയിലിലൂടെ സിനിമയ്ക്ക് 1,82,00,000 രൂപയോളം വേൾഡ് വൈഡായിട്ട് നേടാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ സിനിമയ്ക്ക് വിറ്റുപോവുകയും ചെയ്യുന്നു. ഇന്ന് സിനിമയുടെ 922ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ 1,71,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് വിലയിരുത്തുന്നു. അത്രത്തോളം ഓഡിയൻസ് സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. 71% തിയേറ്റർ ഒക്യുപ്പൻസിയായി ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഏകദേശം 700-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളാണ് നമുക്ക് ഇവിടെ 700 അല്ല 750-നടുത്തുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ എന്നാണ് ട്രാക്കേഴ്സ് തന്നെ പുറത്തുവിടുന്നത്. 80ഓളം ഹൗസ്ഫുൾ ഷോകളും സിനിമയ്ക്കുണ്ടായി എന്ന് തന്നെ പറയുന്നു. ഇന്ന് ഇതുവരെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 2,84,30,500 രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായി സിനിമ നേടിയിരിക്കുന്നത്. 3 കോടിക്ക് മുകളിൽ ട്രാക്ഡ് കളക്ഷൻസ് തന്നെ സിനിമ നേടുമെന്നുള്ളതിന് സംശയങ്ങളില്ല. എന്താണേലും ഇന്നത്തെ കളക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം 3.5 കോടിക്ക് മുകളിലായിരിക്കാം കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് സിനിമ 8 കോടിക്ക് മുകളിൽ, ഒരു പക്ഷേ 10 കോടി ടച്ച് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. എന്താണേലും ആ റേഞ്ചിലേക്കുള്ള ഒരു കണ്ടൻറ്റ് സിനിമയ്ക്കുണ്ട്. നല്ല കോമഡി, ഹൊറർ, അതേപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ. ഇതിലെ നായികയെക്കുറിച്ചും മികച്ച ഒരു റെസ്പോൺസ് തന്നെയാണ് ആളുകൾക്ക് വന്നിരിക്കുന്നത്. എന്തായാലും സർവമായ കാലങ്ങളായി ആളുകൾ കാത്തിരുന്ന നിവിൻ പോളി ചിത്രമാണ്. ഇനി മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഇന്ന് റിലീസായ തെലുങ്ക് ചിത്രം വൃഷഭ എന്ന ചിത്രം സിനിമയ്ക്ക് അത്ര മികച്ച റെസ്പോൺസ് അല്ല ഇന്ന് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഇറങ്ങിയ ഈ ഒരു സിനിമയ്ക്ക് വലിയ പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 300 കോടിയോളം ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ ഇന്ന് പ്രകടനം വളരെ നിരാശാജനകം എന്നുള്ളത് തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ പക്ഷേ മികച്ച ഒരു പ്രതികരണം സിനിമയ്ക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ ഒരു 10 ലക്ഷം രൂപ തികച്ചുണ്ടാവില്ല എന്ന് കരുതിയെടുത്ത് സിനിമയ്ക്ക് 451 ഷോകളിൽ നിന്ന് ലഭിച്ചത് 28 ലക്ഷം രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ തന്നെ എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമായിട്ട് തന്നെ കാണണം. ഏകദേശം 16,800ഓളം ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയത് കേരള ബോക്സ് ഓഫീസിൽ. 15% ഒക്യുപ്പൻസിയിൽ സിനിമ നല്ല ലെവലിൽ പോകുന്നു. 2ഓളം ഓൾമോസ്റ്റ് ഫാസ്റ്റ് ഫിൽ ഷോകളുണ്ട് എന്നുള്ളത് തന്നെ കാണാനും കഴിയുന്നു. എന്തായാലും ഈ ഒരു സിനിമ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ സംഭവമാകില്ല എന്നുള്ളത്. പക്ഷേ അതിലും താഴേക്കുള്ള ഒരു റേഞ്ചിലേക്ക് പോകുന്ന കാര്യം കാണാൻ കഴിഞ്ഞു. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ ഒന്നും തന്നെ കണ്ടിട്ടില്ല. 54 ലക്ഷം രൂപയോളം പ്രീ സെയിലിലൂടെ സിനിമയ്ക്ക് ഇന്നലെ വന്നിരുന്നു. 1 കോടിയോളം സിനിമ ഇന്ന് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ ഫ്ലോപ്പിലേക്കായിരിക്കാം ഈ ഒരു ഫിലിം എത്താൻ പോകുന്നത്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന ചിത്രം ഇന്ന് 7 ദിനങ്ങൾ പിന്നിടുകയാണ്. 7ാം ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് 189ഓളം ഷോകളാണുള്ളത്. ഏകദേശം 18,000-ഓളം ടിക്കറ്റുകൾ 45% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സിനിമയ്ക്ക് 40,81,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസായി വന്നത്. ഇന്നലെ ഇതേ സമയം അല്ലെങ്കിൽ ഫൈനലായി വന്നത് 62,44,000 രൂപയായിരുന്നു. ഇന്നും സിനിമ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടക്കുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഏകദേശം 60-65 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമ നേടുമെന്നുള്ളതാണ്. വമ്പൻ ഹിറ്റായി തന്നെ ഈ ഒരു സിനിമ പോവുകയാണ്. ചാർലി ചാപ്ലിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ഇതിനകത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രത്യേകത. ഭബഭ 8ാം ദിനം പിന്നിടുകയാണ്. ഭബഭ ഈ സിനിമയ്ക്ക് ക്രിസ്മസ് ദിനം മികച്ച ഒരു ദിവസമായി മാറുകയാണ്. മണിക്കൂറിൽ 2,500ഓളം ടിക്കറ്റുകളാണ് മോർണിംഗിൽ മുതൽ സിനിമയ്ക്ക് വിറ്റുപോയിക്കൊണ്ടിരുന്നത്. 800ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 56,900ഓളം ടിക്കറ്റുകൾ, അതായത് 57,000 ടിക്കറ്റുകൾ വിറ്റുപോയി, അല്ലെങ്കിൽ ഓഡിയൻസ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു എന്ന് തന്നെ പറയാം. 28% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 86,44,000 രൂപയോളമാണ്. ഇന്നലത്തേന് സമാനമായ രീതിയിൽ തന്നെയാണ് തിയേറ്റർ കൗണ്ട്. ഏകദേശം 400-450 എണ്ണത്തിന് മുകളിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നിട്ട് പോലും സിനിമയ്ക്ക് 1 കോടിക്കടുത്ത് ആണ് ട്രാക്കിങ്ങിലൂടെ തന്നെ വന്നത്. ഇന്നലെ 1,294 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 97,30,000 രൂപയോളമാണ് വന്നിരുന്നത്. ഇന്ന് അതേ
അതേസമയത്ത് സിനിമ 90 ലക്ഷം കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്നും 1 കോടിക്ക് മുകളിൽ സിനിമ ഉണ്ടാകുമെന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 25 കോടിയിലേക്ക് നീങ്ങുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 42 കോടി കടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. എന്താണേലും ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ കൃത്യമായ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നില്ലെങ്കിലും സിനിമയുടെ ഒരു സക്സസ് ടീസർ വരികയും സക്സസ് ടീസറിൽ സിനിമ മൂവിങ് ടുവേഡ്സ് 50 crore എന്നുള്ള ആ ഒരു കാര്യവും വരികയും ചെയ്യുകയാണ്. മോഹൻലാലും അതുപോലെ ദിലീപും അഴിഞ്ഞാടിയ ഈ ഒരു ചിത്രം അങ്ങനെ സ്റ്റഡിയായിട്ട് ബോക്സ് ഓഫീസിനെ പിടിച്ച് കുലുക്കി മുന്നോട്ട് പോവുകയാണ്. മമ്മൂട്ടി ചിത്രമായ കളങ്കാവൽ ഇതാ ഒരു മാസത്തിനടുത്തേക്ക് പോവുകയാണ്. അതായത് 21-ാം ദിനം പിന്നിടുന്ന സിനിമ ഇന്നും നല്ല ലെവലിൽ കളക്ഷൻ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നു. തിയേറ്റർ അധികം ഹോൾഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ വരെ 503ഓളം ഷോകളുണ്ടായിരുന്ന ചിത്രത്തിന് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് 104ഓളം ഷോകൾ മാത്രമാണ്. ഏകദേശം 8800ഓളം ടിക്കറ്റുകളാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വിറ്റുപോയി അല്ലെങ്കിൽ ഓഡിയൻസ് ടിക്കറ്റ് എടുത്തു എന്നുള്ള ആ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കളങ്കാവലിൻ്റെ ഇന്നത്തെ തിയേറ്റർ ഒക്യുപ്പൻസി 50%. അതായത് 100 തിയേറ്ററിലും 50% ഒക്യുപ്പൻസി എന്നുള്ള ലെവലിലാണ് സിനിമ, അല്ലെങ്കിൽ 100 ഷോകൾക്കും അത്രത്തോളം ഒക്യുപ്പൻസി എന്നുള്ള ലെവലിലാണ് സിനിമയ്ക്ക് പോകുന്നത്. ഇന്ന് സിനിമയ്ക്ക് ഏകദേശം 50-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും 4ഓളം ഹൗസ്ഫുൾ ഷോകളും ഉണ്ടായിരുന്നു എന്ന് ട്രാക്കേഴ്സ് അവകാശപ്പെടുന്നു. ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 13,82,000 രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് വന്നിരിക്കുന്ന കണക്കുകൾ. അതായത് സിനിമ 22 ലക്ഷം രൂപ ഇന്നും നേടിയിരിക്കുന്നു. ഇന്നലെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ കൂടുതൽ നമ്മൾ കണ്ടിരുന്നു. 24 ലക്ഷം രൂപയായിരുന്നു 503 ഷോകളിൽ നിന്ന് 15,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 ലക്ഷം രൂപ ഇന്നലെയും തൂക്കിയ ചിത്രം ഇതിനോടകം തന്നെ പല ചിത്രങ്ങളുടെയും റെക്കോർഡുകൾ തീർത്തിരിക്കുന്നു. ഡയസീറ, അതേപോലെ തന്നെ ഹൃദയപൂർവ്വം തുടങ്ങിയ ചിത്രങ്ങൾ, ടർബോ, മമ്മൂട്ടിയുടെ തന്നെ ടർബോ തുടങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം കളക്ഷനും ഭേദിച്ച് ഈ ഒരു സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇനി സിനിമയുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് കണ്ണൂർ സ്ക്വാഡാണ്. ഒരു പക്ഷേ ഇന്നത്തെ ദിനത്തോടെ കണ്ണൂർ സ്ക്വാഡിൻ്റെ കളക്ഷനും ഈ സിനിമ തകർക്കും എന്നുള്ളത് തന്നെയാണ്. ഇനിയും മമ്മൂട്ടിയുടെ ഭീഷ്മപർവം 93 കോടി നേടിയ ഭീഷ്മപർവത്തിൻ്റെ കളക്ഷൻ റെക്കോർഡിലേക്ക് ഈ സിനിമ എത്തുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുകയാണ്. സ്റ്റഡിയായിട്ട് സിനിമയ്ക്ക് 30-35 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. വരും ദിവസങ്ങളിലും സിനിമ ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, തിയേറ്ററിൽ കൂടുതൽ ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ട് പോവുകയാണെങ്കിൽ സിനിമ തീർച്ചയായും 90 കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ചിത്രമായി തന്നെയാണ് കളങ്കാവൽ വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു ക്രിസ്മസ് സീസണിൽ വന്ന ചിത്രങ്ങൾ ഏറ്റവും വലിയ വിജയവും ഈ ഒരു സിനിമയുടെ തന്നെ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്. ഇത്രത്തോളം ഗംഭീര ചിത്രങ്ങളും വലിയ റിലീസുകളും വന്നിട്ട് ഈ സിനിമയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പല സിനിമയ്ക്കും കഴിയുന്നില്ല എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് വരാം. ഇവിടെ 5 സിനിമകളുടെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി ഇനി അടുത്ത ദിവസത്തെ കളക്ഷനുമായിട്ട് നമുക്ക് കാണാം. ഗ്രേറ്റ് മീഡിയാസ്.